എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനി ഫോണിനകത്ത് നയനയ്ക്ക് അവാർഡ് കിട്ടുന്ന കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് അനാമികയുടെ വരവ്. അനാമിക വന്ന അനി കണ്ടില്ല. പെട്ടെന്ന് അനാമിക ആ കാഴ്ച കണ്ടു ഫോണിനകത്ത് അനി കണ്ടുകൊണ്ടിരിക്കുന്നത്. എടാന്ന് പറഞ്ഞ് ഒറ്റ വിളി വിളിക്കുകയാണ്. പെട്ടെന്ന് അനി ചോദിച്ചു, എന്താടി, അല്ല നിനക്ക് നാണമില്ലെന്ന് ചോദിക്കുകയാണ്. എന്തിന്, അല്ല നീ എന്തിനാ അവളുടെ ഫോട്ടോസ് ഇപ്പോഴും ഫോണിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്, നീ ടി വിക്കകത്തത് കണ്ടില്ലെന്ന് ചോദിക്കുകയാണ്. ടി വിക്കകത്തോ, ടി വിക്കകത്ത് കണ്ടു, ഇനി എനിക്ക് ഫോണിനകത്ത് കാണാനും തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ കണ്ടേന്ന് പറയാം. എടാ നിനക്ക് നാണമില്ലെന്ന് പറയണ ഇതാ. നിന്റെ വല്യമ്മ ഉണ്ടല്ലോ, വല്യമ്മ പോലും അവാർഡ് ദാന ചടങ്ങിന് പോയായിരുന്നു. എന്നിട്ടോ വല്യമ്മയുടെ മുഖം പോലും കാണിച്ചോ ഇല്ല. എന്തുകൊണ്ട് അവളെ ഒന്ന് അഭിനന്ദിക്കാൻ പോലും പോയില്ലല്ലോ. വല്യമ്മയ്ക്ക് ഇഷ്ടമില്ല. വല്യമ്മയ്ക്കെന്നല്ല, ഈ പറയുന്ന എനിക്കോ നിന്റെ അപ്പച്ചിക്കോ ഒന്നും ഇഷ്ടമില്ല. പിന്നെ എങ്ങനെയാടാ നീ ഇങ്ങനെ തലതിരിഞ്ഞു പോയെന്ന് ചോദിക്കുക. നിന്റെ സ്വന്തം പെറ്റമ്മയ്ക്ക് പോലും അവൾമാരെ ഇഷ്ടമില്ലോ എന്ന് പറയണം. ഇത് കേട്ടതും അനി പറഞ്ഞു, അതെ എനിക്ക് എന്റെ ഏട്ടത്തിന് ഇഷ്ടമാ. എന്റെ ഏട്ടത്തിന് നല്ല സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാന്ന് പറയണം. പിന്നെ ഒരു നല്ല സ്വഭാവം പോലും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ലെന്ന് പറയണം. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്തിനാ എപ്പോഴും ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഓ ഇനിയിപ്പൊ ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ നിനക്കിനി ഉറക്കം വരത്തില്ലായിരിക്കും അല്ലേ? നിന്റെ കാമുകിയുടെ ചേച്ചിയാണല്ലോ അല്ലേന്ന് ചോദിക്കുക. ദേ അനാമികയെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം. അനാവശ്യം ഞാൻ പറയുന്നതിന് കുഴപ്പം, നിനക്ക് പ്രവർത്തിക്കുന്നതിന് കുഴപ്പമില്ലല്ലേന്ന് ചോദിക്കണം. എടി നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറയണം. നിന്നോട് പറഞ്ഞതിനേക്കാളും ഭേദം വേറെ എന്തിനോടെങ്കിലും പറയണ, വല്ല പട്ടിയോടും പറയണ, ബാലെങ്കിലും ആട്ടി കാണിക്കുമെന്ന് പറയണം. ഇത് കേട്ടതും അനാമിക പറഞ്ഞു, അതേടാ എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലടാ എന്നൊക്കെ പറയണം. പിന്നീട് അവള് പറഞ്ഞു, നിന്റെ ചേച്ചി സന്തോഷിക്കുന്നുണ്ടല്ലോ, അധികം ഈ സന്തോഷത്തിന് ആയുസൊന്നും ഉണ്ടായിരിക്കില്ലെന്ന് പറയണം. കാരണം ഈ പറയുന്ന നിന്റെ ചേച്ചിയുടെ ഭർത്താവ് ആദർശനുണ്ടല്ലോ, ആ ആദർശനും പണം കൊടുത്ത് വാങ്ങിയ സന്തോഷമല്ലേടാ ഇത്, അങ്ങനെ വാങ്ങിച്ച അവാർഡല്ലേ ഇത്, ഇതിനകത്ത് വലിയ സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാ. ഇത് കേട്ടതും അനി പറഞ്ഞു, അതെ ആദർശാണ് അതിന്റെ കാര്യമില്ല. പിന്നെ നയനടുത്തിന്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ. നയനടുത്ത് ഇങ്ങനെയൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല, പണം കൊടുത്ത് അവാർഡ് മേടിക്കേണ്ട കാര്യമില്ല. അതൊക്കെ നിനക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാ. നിനക്ക് അസൂയ കാരണം നീ ഇതൊക്കെ പറയണെന്ന് പറയാ. വേണമെങ്കിൽ എന്റെ ഏടത്തിനെ കണ്ടുപിടിക്കാൻ പറയാം. പിന്നെ കണ്ടുപിടിക്കാനായിട്ട് നിന്റെ ഏടത്തിമാർക്കിവിടെ ഈ വളർത്തുന്ന മൃഗങ്ങളുടെ ഒരു ഇതുപോലും ഇല്ലെന്ന് പറയണം, പരിഗണന പോലും ഇല്ലെന്ന് പറയണം. അത്രയും പോലും ഞാൻ സ്നേഹം കൊടുക്കാനോ അല്ലെങ്കിൽ അത്രയും പോലും ഞാൻ നോക്കത്തില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ദേഷ്യം വന്നു. അനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അതുപോലെ തന്നെയായിരിക്കും നിന്നോട് എനിക്കുള്ള ഇടപാട്. കാരണം അത്രയും പരിഗണന പോലും നിനക്ക് ഞാനും തരാൻ പോകുന്നില്ലെന്ന് പറയണം. ഈ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ പോലും പരിഗണന നിനക്ക് ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ടേക്ക് പോവാണ്. ഇതൊട്ടും അനാമിക പ്രതീക്ഷിച്ചില്ല. അനാമിക മുഖത്ത് അടിയേറ്റവലേപ്പി. ഈ സമയം ദേവേനയും നയനും കൂടെ പോവാണ്. അപ്പൊ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നായന പറഞ്ഞു, ഇനി ഞാൻ പോയിക്കോളാം അമ്മയെന്ന് പറയണ. ദേവേനെ പറഞ്ഞു, അല്ല മോളെ എങ്ങനെ പോകുന്നത്? ഞാൻ അവിടെ ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കോളാം. വേണ്ട ഓട്ടോറിക്ഷയ്ക്കൊന്നും കയറി പോണ്ട, മോളി കാറും കൊണ്ട് പോയിക്കോ, ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് പോയിക്കോളാം എന്ന് പറയാം. അതെന്താമ്മ അങ്ങനെ പറഞ്ഞേ? അതെ എനിക്ക് ക്ഷേത്രത്തിലൊന്ന് പോയി കാണിക്കണം. ഇപ്പൊ സമയം 4 മണിയെ, ക്ഷേത്രത്തിൽ കയറാൻ പറ്റിയില്ലെങ്കിലും പുറത്തുനിന്നൊന്ന് പ്രാർത്ഥിച്ച് കാണിക്കണം. ഒരു സന്തോഷകരമായ ദിവസമല്ലേ നടന്നേന്ന് ചോദിക്കുവാണ്. അതെ എന്നാ മോള് പോയിക്കോ, കുറെ സമയമല്ലേ അവൻ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്, ഇനി കണ്ടില്ലെങ്കിൽ ആദർശന് സംശയം തോന്നുന്നു പറയണം. പിന്നീട് നയന ജ്വല്ലറിയിലേക്ക് പോവാണ്. അങ്ങനെ ചെന്ന് നേരെ ആദർശിന്റെ ക്യാബിലേക്ക് ഇരുന്ന് അവാർഡൊക്കെ കൊണ്ടേ കാണിക്കുകയാണ്. ആ മൊമ്മന്റെ കണ്ടു കഴിഞ്ഞപ്പോഴത്തെ ആദർശന് സന്തോഷമായി. ആദർശ് ആ മൊമ്മന്റെയിലൊന്ന് ഉമ്മ വെക്കുവാണ്. പിന്നീട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ ഇത് മാത്രം ഉമ്മ വെച്ചിട്ട് കാര്യമില്ലോ, ഇത് വാങ്ങിച്ച ആളെയും കൂടെ ഉമ്മ വെക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് നയനെ പിടിച്ച് ചേർത്ത് നിർത്തി അങ്ങോട്ട് ഉമ്മ വെക്കുവാണ്. പിന്നീട് ചോദിച്ചു, അല്ല അമ്മ അവിടെ വന്നില്ലാന്ന് ചോദിക്കും. നീ അമ്മേനെ കണ്ടില്ലേ? അമ്മ വന്നായിരുന്നു ആദർശേട്ടാ. അമ്മേനെ പക്ഷെ കാണുകയും ചെയ്തു. പക്ഷെ അമ്മയുടെ സ്വഭാവം അറിയാലോ, അമ്മ ഒഴിഞ്ഞു മാറി നിന്നോളെന്ന് പറയും. അതെനിക്കറിയായിരുന്നു, വരുമെങ്കിലും ചെയ്തല്ലോ, അത്ര സമാധാനം ഉണ്ടെന്ന് പറയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം സന്തോഷം തരുന്ന ഒരു ദിവസം ഏതാ നിനക്കറിയാവുന്ന ചോദിക്കും. ഏത് ദിവസം? അല്ല നീയും അമ്മയും തമ്മിൽ ഒന്നാവണം, നിന്നെ അമ്മയെ അംഗീകരിക്കണം, ആ ദിവസമായിരിക്കും എനിക്ക് ഇതിനേക്കാളും വലിയ ദിവസം, ഇതിനേക്കാളും വലിയ അവാർഡ് കിട്ടുന്ന ഒരു പ്രതീതിയായിരിക്കും എനിക്ക് അപ്പോൾ ഉണ്ടായിരിക്കും എന്ന് പറയണം. നയന പറഞ്ഞു, എന്റെ ആഗ്രഹം അത് തന്നെ ആദർശേട്ടാ, അമ്മ എന്നെ തിരിച്ചറിയണം എന്നുള്ളത്. ഇത് കേട്ടതും ആദർശം, അത് ശരിയാ, പക്ഷേങ്കില് അമ്മയുടെ സ്വഭാവം പെട്ടെന്നൊന്നും മാറുമെന്ന് എനിക്ക് തോന്നില്ല, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കേണ്ട കാര്യമുണ്ടെന്ന് നിൽക്കും. എല്ലാം ശരിയാകും ആദർശേട്ടാ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങൾ എന്നൊക്കെ പറയണം. പിന്നീട് നയനോട് ആദർശോട്, ഒരു കാര്യം ചെയ്യാം, നീ വാ, അവിടെ എല്ലാരും കാത്തിരിക്കുക, നിനക്ക് അവാർഡ് കിട്ടിയതൊക്കെ എല്ലാരും അറിഞ്ഞിട്ടുണ്ട്, അവരെ കാണിക്കാന്ന് പറയണം. അങ്ങനെ എല്ലാവരുടെ അടുത്തേക്ക് വരുവാണ്, സ്റ്റാഫുകളുടെ ഒക്കെ അടുത്ത് എല്ലാരും അവളെ അഭിനന്ദിക്കുകയാണ്. പിന്നീട് അബിയുടെ അടുത്തേക്ക് എന്നപ്പത്തിന് അബിയുടെ മുഖത്ത് ഒരു സന്തോഷമില്ല, കടന്നിൽ കുത്തിയ ഭാവമായിരുന്നു. പെട്ടെന്ന് ആദർശിച്ചു, നിന്റെ മുഖത്താണ് എന്താടാ അബി ഒരു സന്തോഷമില്ലാത്ത? ഓ അതാണോ? അതൊന്നുമില്ല ആദർശേട്ടാ, എനിക്ക് സന്തോഷം തന്നെയാ, നമ്മുടെ കമ്പനിയിലേക്ക് വലിയൊരു അവാർഡ് തന്നെയല്ലേ കിട്ടിയിരിക്കുന്നേ, അപ്പൊ ഇതിനകത്ത് ഞാൻ സന്തോഷിക്കണ്ടേന്ന് ചോദിക്കുകയാണ്.
പിന്നീട് പവിത്രയുടെ എത്തിന്നിട്ട് ആദർശ് പറഞ്ഞു, അതേ ഇപ്പൊ കണ്ടില്ലേ നയനെ അവാർഡൊക്കെ വാങ്ങിയത്, ഇതുപോലെ നിനക്കും വാങ്ങിക്കാന്ന് പറയാം, നീയും വലിയ ഡിസൈനറൊക്കെ അല്ലേന്ന് ചോദിക്കും. അത് ശരി ആദർശേട്ടാ, പക്ഷേ അത് ശരി ആദർശ് സാറേ, പക്ഷെ എങ്കിൽ നയനമാടത്തിന്റെ 7 അയലക്കത്ത് പോലും ഞാൻ വരത്തില്ല എന്ന് പറയാം, ഞങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യലെന്ന് പറയണം. അങ്ങനെ ഓരോരുത്തർ വന്ന് കൺഗ്രാസ് ചെയ്തതിനു ശേഷം നയനെ ആദർശം കൂട്ടി അകത്തേക്ക് പോവാണ്. പിന്നീട് നയനെ ആദർശം കൂടെ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും അബിയോട് പവിത്ര പറഞ്ഞു, അല്ല അബി സാറിന്റെ ഭാര്യ ഉണ്ടല്ലോ നവ്യ, അവരിവരുടെ ചേച്ചിയല്ലേ, അവർക്ക് ഇങ്ങനെ വരയ്ക്കാനുള്ള കഴിവില്ലേന്ന് ചോദിക്കാം. അവൾക്ക് കഴിവുണ്ടോന്നോ, അവൾക്ക് ഭയങ്കര കഴിവാ, അവളുടെ കഴിവ് കാണണം ഇപ്പൊ അവള് വീട്ടിലിരിക്കണേന്ന് പറയണം. എന്താ അബി സാറെ അങ്ങനെ പറഞ്ഞിരിക്കാം, ഒന്നും പറയണ്ട, എനിക്കൊരു സമാധാനം കിട്ടുന്ന ഇനിയിപ്പോ ഒരു കുറച്ച് നാളോട് കഴിഞ്ഞാലായിരിക്കും, കാരണം അവള് പ്രസവത്തിനായിട്ട് വീട്ടിലേക്ക് പോകും, അങ്ങനെ പോയി കഴിയുമ്പോൾ എനിക്കൊരു സന്തോഷ സമാധാനം ഒക്കെ ഉണ്ടാവും പറയാം. ഇത് കേട്ട പവിത്ര പറഞ്ഞു, അതിനുശേഷം അവരും കൂടി വീട്ടിലേക്ക് മടങ്ങി വരില്ലേ, അത് അതിന് ശേഷമല്ലേ, എന്നാലും അത്ര നാൾ എനിക്ക് സന്തോഷിക്കാലോ എന്നൊക്കെ പറയണം. അവൾക്ക് ഈ കഴിവൊന്നുമില്ല, അവൾക്ക് ആകെപ്പാടെ വീട്ടിലിരുന്ന് മേക്കപ്പ് ചെയ്ത് ഫുഡ് അടിക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, എങ്ങനെ തറവാട് കുളവാക്കാന്നായിരിക്കും അവള് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. അബിക്ക് ദേഷ്യമൊന്നും സഹിക്കാൻ പറ്റില്ലായിരുന്നു നവ്യനെ കുറിച്ച് ആലോചിച്ചിട്ട് തന്നെ. പിന്നീട് ജലജയും ജാനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത്. ഇതേ ഏട്ടത്തി വരുന്നുണ്ടെന്ന് പറയണം. വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജാനി ചോദിച്ചു, അല്ല ഏട്ടത്തിനെ അവിടെ എങ്ങും ഫോട്ടോസിനകത്തൊന്നും കണ്ടില്ലല്ലോ, ഏട്ടത്തി ഇല്ലായിരുന്നു എന്ന് ചോദിക്കണം. ഇത് കേട്ടതും ജലജ പറഞ്ഞു, എങ്ങനെ ഉണ്ടാവാനാ, അവൾക്ക് അവാർഡ് കിട്ടുന്ന കാണാനായിട്ട് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുക, അതുപോലെ തന്നെയല്ലേ ഏട്ടത്തിക്കുന്നു എന്ന് ചോദിക്കണം. അപ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. മുത്തശ്ശി പറഞ്ഞു, ദേവേനി നീ പോയിട്ട് അവളെ കൺഗ്രാസ് ചെയ്തൊന്നും ഇല്ല, അഭിനന്ദിക്കൊന്നും ചെയ്തില്ല എന്ന് ചോദിക്കുക. അഭിനന്ദിക്കാനാ, ഞാൻ അവളെയാ, ആ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അവൾക്ക് അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പുറത്തിറങ്ങി പോയെന്ന് പറയണം. ഇത് കേട്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, എന്ത് പരിപാടി ദേവേനി നീ കാണിച്ചേ, നിന്റെ മരുമോൾക്ക് ഇത്ര വലിയൊരു സൗഭാഗ്യം കിട്ടിക്കുമ്പോ നീ അവളോടൊപ്പം നിൽക്കുകയല്ലേ ചെയ്യണ്ടേ, അതിന് പകരം നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുവാണ് ചെയ്യണ്ടേ, എന്താണ് കുറെ കഷ്ടമുണ്ട് കേട്ടോ. ദേ നിന്റെ അച്ഛനൊക്കെ അറിഞ്ഞു കഴിയുമ്പത്തിന് എന്ത് സന്തോഷമാവെന്നറിയാവോ അവൾക്ക് ഈ അവാർഡ് കിട്ടിയാല്, പക്ഷേങ്കിൽ വീട്ടിലുള്ള നിനക്ക് സ്വന്തം അമ്മായിമ്മയായിട്ട് പോലും നിനക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ലോ, എന്തൊരു സ്വഭാവ ദേവേനെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു, എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാ, ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലെന്ന് പറയണം. ജലജ പറഞ്ഞു, അത് ശരിയാ ഏട്ടത്തി പറഞ്ഞത്, അവൾക്ക് ഇച്ചിരി ഒരു ഉയർച്ച ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾക്കിപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. മുത്തശ്ശി പറഞ്ഞു, ജലജെ നീ ഒരക്ഷരം മിണ്ടിപ്പോയേക്കില്ല, നിനക്കോ കഴിവല്ല, കഴിവുള്ള കുട്ടികൾ കാണിച്ചു കഴിയുമ്പോ അസൂയപ്പെട്ട് കാര്യമില്ലടി, നിനക്കുണ്ടല്ലോ ഒരു മകന്, എന്നിട്ട് അവൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉയരത്തിലെത്താൻ സാധിക്കുന്നുണ്ടോ, ഇല്ലല്ലോ, അതെന്തുകൊണ്ടാ, കയ്യിലിരിപ്പ് നന്നാവണം ആദ്യം, അല്ല അവനതിനൊന്നും സമയമില്ലല്ലോ, അവന് മറ്റുള്ളവരെ എങ്ങനെ ഇല്ലാതാക്കാം, അല്ലെ മറ്റുള്ളവർക്ക് എങ്ങനെ പാര വെക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നടക്കുമല്ലേ നിന്റെ മോനും നീയൊക്കെ, പിന്നെ നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കേട്ടത് ദേവേനെ പറഞ്ഞു, അതെ അമ്മ ഇനി കൂടുതലൊന്നും പറയണ്ട, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണ അവളെ അവാർഡ് ഏറ്റവും അങ്ങനെ, എന്ത് പറച്ചില ദേവേനി പറയണേ, ഒന്നുമല്ലേ നിന്റെ കൂട്ടുകാരുടെ മോളും കൂട്ടുകാരെയൊക്കെ സംഘടിപ്പിക്കുന്ന അവാർഡ് എല്ലാവരും ചോദിക്കും, പിന്നെ നീ എന്തിനാ അത് എതിർത്ത് അത് ആ സമയത്ത് അവളെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേനി പറഞ്ഞു, എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവളുടെ തിരുമോന്ത കാണുന്ന പോലും എനിക്ക് ഇഷ്ടമില്ല എന്നും പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. മുത്തശ്ശിക്ക് നല്ല സങ്കടം വന്നു, പക്ഷെ ദേവേനി അകത്ത് പോയിട്ട് ചിരിക്കുവാണ്. ഇത്ര നല്ലൊരു പണി എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ലോ എന്നൊരു ചിന്ത, കാരണം താനും നയനും തമ്മിൽ ഒന്നായ കാര്യം ഇവിടെ ആർക്കും അറിയത്തില്ല, തൽക്കാലത്തേക്ക് ആരും അറിയണ്ട, എല്ലാരും ഇങ്ങനെ ഇരുന്നോട്ടെ, എല്ലാവരുടെയും വിചാരം താനിപ്പോ അവളോട് ഭയങ്കര ശത്രുതയിലാന്നാ, അങ്ങനെ തന്നെ വേണം എന്നൊക്കെ ദേവേനി മനസ്സ് വിചാരിക്കുകയാണ്. പിന്നീട് കനകയും ഗോന്തനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കനകയോട് ഗോന്തൻ ചോദിച്ചു, അല്ല ആര്യവേപ്പിൽ ഇനിയും വേണ്ടി വരുമെന്ന് ചോദിക്കുക. വേണ്ട ഗോന്തട ഇത്ര മതി, എന്നാലും അവൾക്ക് ചിക്കൻ ബോക്സ് പിടിച്ചല്ലോ, ഷോ എന്ത് ചെയ്യാനാന്ന് പറ, അതിങ്ങനെ ഈ കരിഞ്ഞ ചൂടത്ത് അവളുടെ പുറത്തൂടെ ഒന്ന് ഇറങ്ങി നടക്കരുത് പറഞ്ഞനുസരിക്കുമോ എന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കുമാണ് നയനയും ആദർശം കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവരങ്ങോട്ടേക്ക് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനകയ്ക്ക് ഭയങ്കര സന്തോഷമായി, കനകേനെയും ഗോവിന്ദനെയൊക്കെ മെമ്മന്റെ കൊണ്ട് കാണിക്കുന്നുണ്ട്. കൊള്ളാലോ മോളെ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനെന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നയന ചോദിച്ചു, അല്ല നന്ദു എന്തേന്ന് ചോദിക്കണം. അതൊന്നും പറയണ്ട മോളെ, അവൾക്ക് ചിക്കൻ ബോക്സ് ആന്ന് പറയണ. ചിക്കൻ ബോക്സോ? അതെ മോളെ, മോളിപ്പോ തൽക്കാലത്തേക്ക് അവളെ കാണാനായിട്ട് അങ്ങോട്ട് പോണ്ടെന്ന് പറയണം. പിന്നീട് കനക പറഞ്ഞിട്ട് കാര്യം ചെയ്യാം, ഞാൻ നിനക്ക് കുടിക്കാനൊക്കെ എന്തെങ്കിലും എടുക്കാന്ന് പറയണം. ആദർശന് വേണ്ട, ഇപ്പഴതിന്റെ കാര്യമൊന്നും ഇല്ലമ്മേ, ഇപ്പൊ ഒന്നും കുടിക്കാനൊന്നും വേണ്ട, ഞങ്ങൾ ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ചിട്ടാ വന്നേ, ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു പറയാണ്. പിന്നീട് ആദർശം നന്ദൂരി ഇപ്പൊ എങ്ങനെയുണ്ട്, കുറവുണ്ടെന്ന് നിൽക്കും. കുറവുണ്ട് മോനെ, കുഴപ്പമില്ല, കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേനും കുളിച്ച് കയറായിരിക്കും എന്ന് പറയണേ. ഇത് കേട്ട് ഇനിയിപ്പോ ആദർശം പറഞ്ഞു, അത് ശരിയാ, എത്രയും പെട്ടെന്ന് തന്നെ അവൾക്ക് കുറയട്ടെ എന്ന് പറയണേ. അങ്ങനെ അവര് സന്തോഷിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.